ഹലോ എവരിവൺ, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്നും എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സ് ഒക്കെ എന്താണെന്ന് പഠിച്ചിരുന്നു. ആ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കിയാൽ ഒരു 5000 കമ്പനികളെങ്കിലും കാണും. ഈ ഓരോ കമ്പനികൾക്കും ഓരോ വിലയാണ്. ഇപ്പോൾ റിലയൻസിനെ പോലത്തെ വലിയ കമ്പനികൾ 2000 അല്ലെങ്കിൽ അതിന് മേളിലേക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 50 പൈസയ്ക്കും 60 പൈസയ്ക്കും വരെ ട്രേഡ് ചെയ്യപ്പെടുന്ന കുഞ്ഞു കമ്പനികളിലും സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രൈസ് ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു കമ്പനി ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരാദ്യം അവരുടെ ഷെയർസിന് ഒരു വാല്യൂ നിശ്ചയിക്കുന്നുണ്ട്. അത് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒക്കെ വച്ച് കുറേ എക്സ്പേർട്സ് തീരുമാനിക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും. പിന്നെ ആ കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്നതും കുറയുന്നതും നമുക്ക് കാണാം. എന്തായിരിക്കും ഈ സ്റ്റോക്ക് പ്രൈസസ് കൂടാനും കുറയാനും കാരണമാകുന്നത്? അവിടെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് വരുന്നത്, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്? അത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങളൊരു സിറ്റിയിൽ ആപ്പിൾ വിൽക്കുന്ന ഒരു സെല്ലറാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ദിവസവും ഒരു 10 കിലോ ആപ്പിൾ വിറ്റ് പോകുന്നുണ്ട്. 1 കിലോ ആപ്പിളിന് 100 രൂപയാണ് വില. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കുറച്ച് റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചു ആപ്പിൾ ദിവസം കഴിക്കുന്നവർക്ക് അവരുടെ ആയുസ് കൂടുന്നു എന്ന്. അങ്ങനെ ഒരു ന്യൂസ് വന്നാൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാ ആളുകളും ആപ്പിൾ വാങ്ങുവാൻ വേണ്ടി വന്ന് തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങി. നിങ്ങളുടെ കയ്യിൽ വെറും 10 കിലോ ആപ്പിളുകളേ ഉള്ളൂ, പക്ഷേ 100 കണക്കിന് ആളുകളാണ് വന്ന് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും കാലം 1 കിലോ ആപ്പിൾ 100 രൂപയ്ക്ക് വിറ്റിരുന്ന നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് വേണമെങ്കിൽ 110, 120, 150, കാരണം ഇപ്പം പ്രൈസ് കൂടിയാലും അത് വാങ്ങാൻ ആളുകളുണ്ട്. അതായത് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ പ്രൈസും കൂടും. ഇനി തിരിച്ചൊന്ന് ആലോചിക്കാം. വേറെ കുറച്ച് റിസർച്ച് സ്റ്റഡി നടത്തിയപ്പോൾ കണ്ടുപിടിച്ച് ആപ്പിൾ ദിവസവും കഴിച്ചാൽ തലമുടി കൊഴിയുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ആളുകൾക്ക് ജീവനെക്കാട്ടിൽ വലുതായിരിക്കും അവിടെ തലമുടി. അപ്പോൾ എന്തായി? ആ ആപ്പിളിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, ആളുകൾ ആരും ആപ്പിൾ വാങ്ങാതെ. ഇപ്പോൾ 100 രൂപയ്ക്ക് കൊടുത്തിരുന്ന നിങ്ങൾക്ക് ആ ആപ്പിളിൻ്റെ വില വീണ്ടും കുറയ്ക്കേണ്ടി വരും. വെറും 90 രൂപയ്ക്കോ 80 രൂപയ്ക്കോ ചിലപ്പോൾ 50 രൂപയ്ക്ക് വരെ ആപ്പിളുകൾ കൊടുക്കേണ്ടി വരും. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറയുമ്പോൾ ആ സാധനത്തിൻ്റെ പ്രൈസും കുറയും. ഇതാണ് ബേസിക്കലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതേ കാര്യം വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യും. അതായത് ഒരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ആളുകൾക്ക് ബേസിക്കലി അത് വാങ്ങാതിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് തോന്നും. അതായത് ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഉള്ളിയുടെ വില കൂടുകയാണെങ്കിൽ നമ്മൾ കറിക്കിടുന്ന ഉള്ളിയുടെ അളവ് കുറയ്ക്കുകയും ഉള്ളി വാങ്ങുന്നതും കുറയ്ക്കുകയും ചെയ്യും. അതേപോലെ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സപ്ലൈയും കുറയും, ഡിമാൻഡും കൂടും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്ഥിരം 100 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് 50 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ വാങ്ങിച്ചു വയ്ക്കാനൊക്കെ നോക്കത്തില്ലേ? അതേപോലെ അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ സപ്ലൈ കുറയും, പക്ഷേ ഡിമാൻഡ് കൂടും, ആളുകളെല്ലാം കൂടുതൽ വാങ്ങിക്കാൻ തുടങ്ങും. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ആ സ്റ്റോക്ക് വാങ്ങാൻ കൂടുതൽ ബയേഴ്സ് വരും. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുന്ന കാണുമ്പം ഈ സെല്ലേഴ്സ് കുറയും. കാരണം അവർക്കറിയാം ഇപ്പോൾ വിൽക്കാതെ വച്ചിരുന്നാൽ ഇനിയും കുറച്ചും കൂടി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. സപ്ലൈ അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കുകയും ഒരു സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രൈസും കൂടും. അതേസമയം അതേ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ അതിന് വാങ്ങാനുള്ള ബയേഴ്സ് കുറയും. അതേസമയം സപ്ലൈ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയും. ഇനി തിരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന് ഡിമാൻഡിൽ ഒരു ചേഞ്ചും ഇല്ല, പക്ഷെ പെട്ടെന്ന് സപ്ലൈ കൂടി, അതായത് സെല്ലേഴ്സ് കൂടി. അപ്പോൾ സെല്ലേഴ്സ് ബയേഴ്സിനെ കാട്ടി കൂടുതലാവും. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങും. അതെന്തെന്ന് വെച്ചാൽ സെല്ലേഴ്സ് ബയേഴ്സിനെ കാട്ടി കൂടുമ്പോൾ ആ സാധനം വിൽക്കാൻ ആളുണ്ട്, പക്ഷെ വാങ്ങാൻ ആളില്ല. അപ്പോൾ നാച്ചുറലി അവർക്ക് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് വീണ്ടും കുറയ്ക്കേണ്ടി വരും. അതേപോലെ ഡിമാൻഡ് അൺചേഞ്ച് ആയിട്ടിരിക്കുകയും സപ്ലൈയും കുറയുകയാണെങ്കിൽ സെല്ലേഴ്സ് ഇല്ല, പക്ഷേ ബയേഴ്സ് കൂടുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഇതുവരെ എന്താണ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നും അതെങ്ങനെയാണ് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യിപ്പിക്കണമെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. മെയിൻലി ഒരു കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിക്കുന്ന 2 കാര്യങ്ങളാണ്. അല്ല, ഫസ്റ്റ് ആ കമ്പനിയുടെ ഔട്ട്ലുക്കും, സെക്കൻഡ് ജനറൽ എക്കണോമിയുടെ ഔട്ട്ലുക്കും. അപ്പോൾ എങ്ങനെയാണ് കമ്പനിയുടെ ഔട്ട്ലുക്ക് അതിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു കമ്പനിക്ക് പോസിറ്റീവ് ഔട്ട്ലുക്കാണ്, അതായത് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ണിൽ ആ കമ്പനിക്ക് ഇനിയും ഗ്രോത്ത് ഉണ്ട്, അത് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരികയും ആ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടും. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ആപ്പിൾ പുതിയൊരു ഐഫോൺ ഇറക്കിയെന്ന് വെച്ചു. ആപ്പിൾ ഒരു അമേരിക്കൻ കമ്പനിയാണ്, എന്നാലും ചുമ്മാ പറയുക, ആപ്പിൾ പുതിയൊരു ഐഫോൺ ഇറക്കി. ഉടനെ തന്നെ എല്ലാ ആപ്പിൾ ഷോറൂമുകളിൽ നിന്നും ഐഫോൺ വിറ്റ് പോവുകയാണെങ്കിൽ കാണുന്ന ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കുന്നത് ആ ആപ്പിൾ എന്ന കമ്പനിക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിന് ആളുകളുടെ ഇടയിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്നും ഇനി ആ പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കിയെല്ലാം വിറ്റ് പോവുകയും ആ കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും എന്നതാണ്. അപ്പോൾ ഇത് കാണുന്ന ഇൻവെസ്റ്റർ ആ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് വാങ്ങിച്ചു കൂട്ടാൻ നോക്കുന്നു. അങ്ങനെ ആ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂടുകയും ഷെയർസിൻ്റെ പ്രൈസ് കൂടുകയും ചെയ്യും. ഇതാണ് ഒരു കമ്പനിക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായുള്ള കാര്യം. അതേപോലെ തന്നെ ഒരു കമ്പനിക്ക് നെഗറ്റീവ് ഔട്ട്ലുക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസിൻ്റെ ഡിമാൻഡ് കുറയുകയും അതിൻ്റെ കൂടെ തന്നെ ഷെയർസിൻ്റെ പ്രൈസും കുറയും. അതിന് പറ്റിയൊരു എക്സാമ്പിളാണ് ഈ ഇടയ്ക്ക് അദാനിക്ക് പറ്റിയത്.
അദാനിയെ പറ്റി ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ഒരു കമ്പനി ഒരു റിപ്പോർട്ട് തയ്യാറായി. അതിൽ അവർ കുറച്ച് പോയിന്റ്സ് ചൂണ്ടിക്കാട്ടി. അതായത് അദാനി കുറച്ച് അക്കൗണ്ടിങ് ഫ്രോഡ്സ് നടത്തിയതായും അവരുടെ പ്രൈസ് എല്ലാം ഓവർ വാല്യൂഡ് ആണെന്നും. ഇത് കേട്ടതും അദാനിയെ പറ്റി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാവുകയും ഉടനെ തന്നെ മാസീവ് സെല്ലിംഗ് ഉണ്ടായി ആ ഷെയർസിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയും ചെയ്തു. അതേപോലെ അൺഎക്സ്പെക്റ്റഡ് ന്യൂസ് കൊണ്ട് ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ കൂടാനും പറ്റും, അതേപോലെ കുറയാനും സാധിക്കും. അടുത്തതായി ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിക്കുന്ന കാര്യമാണ് ജനറൽ ഔട്ട്ലുക്ക് ഓഫ് ദ എക്കണോമി. അതായത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വളരുകയാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരികയും അവർ കൂടുതൽ ഷെയർസ് വാങ്ങുകയും അതിനനുസരിച്ച് ആ സ്റ്റോക്സിൻ്റെയൊക്കെ പ്രൈസ് കൂടുകയും ചെയ്യും. അതേസമയത്ത് ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുകയും അതുവഴി സ്റ്റോക്സിൻ്റെ പ്രൈസ് കുറയുകയും ചെയ്യുന്നു. അതേപോലെ ഗവൺമെൻറ് പോളിസീസും ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറയുകയാണ് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇത്രയും കോടി രൂപ മാറ്റിവെക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്നൊരു ന്യൂസ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ സ്റ്റീലും സിമൻ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ ഷെയർസിൻ്റെ പ്രൈസ് പെട്ടെന്ന് കൂടാൻ തുടങ്ങും. അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ണിൽ ഈ കമ്പനികൾക്ക് ഇനി കൂടുതൽ ഓർഡേഴ്സ് കിട്ടുകയും അവർ കൂടുതൽ പ്രൊഡക്ഷൻ കൂട്ടുകയും അവരുടെ ഡിമാൻഡ് കൂടുന്ന വഴി കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയ ഈ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനികളുടെ ഷെയർസ് വാങ്ങിച്ചു കൂട്ടാൻ തുടങ്ങും. അടുത്തതായിട്ട് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ ബാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു കമ്പനിക്ക് പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണെങ്കിൽ അവരുടെ ഷെയർ പ്രൈസ് കൂടും, നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണെങ്കിൽ ഷെയർ പ്രൈസ് കുറയും. ചിലപ്പോഴൊക്കെ ഈ സെൻറ്റിമെൻറ്റിന് ഒരു അടിസ്ഥാനം വേണമെന്ന് പോലും ഇല്ല. അതായത് ഒരു കമ്പനിക്കെതിരെ ഒരു ഫേക്ക് ന്യൂസ്, ഒരു ഫേക്ക് നെഗറ്റീവ് ന്യൂസ് വന്നാൽ പോലും ആ ആളുകൾക്ക് പെട്ടെന്ന് ആ കമ്പനിയുടെ ഉള്ള സെൻറ്റിമെൻറ്റ് നെഗറ്റീവ് ആവുകയും അവർ പാനിക് ആവുകയും പെട്ടെന്ന് ആ ഷെയർസ് വിറ്റ് ഒഴിവാക്കാൻ നോക്കുകയും അങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് ആ കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ ഇടുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഏണിങ്സ്, ആ കമ്പനി ഇന്ന ഇയറിൽ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട്സ് വന്നാലും ആ കമ്പനിയുടെ ഷെയർസിൻ്റെ ഡിമാൻഡ് കൂട്ടുകയും അതുവഴി പ്രൈസ് കൂട്ടുകയും ചെയ്യാം. അതേപോലെ ലോസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ഷെയർസിൻ്റെ ഡിമാൻഡ് കുറയുകയും അതുവഴി അതിൻ്റെ പ്രൈസും കുറയും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോസൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ഗുഡ് ബൈ.